ഇന്ത്യൻ പോപ്പുലർ സിനിമയിലെ ഇതിഹാസ ചിത്രം ഷോലെ റിലീസായിട്ട് നാളെ അരനൂറ്റാണ്ട് തികയും. അടിയന്തരാവസ്ഥക്കാലത്തെ സ്വാതന്ത്ര്യദിനത്തിലാണ് ഭീമമായ മുതൽമുടക്കിൽ 2.5 വർഷത്തെ ചിത്രീകരണത്തിന് ശേഷം ഷോലെ റിലീസായത്. ചിത്രം അമിതാഭ് ബച്ചനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി. ഇന്ത്യൻ സിനിമയിലെ ആദ്യ ഗ്ലോബൽ ബ്ലോക്ക് ബസ്റ്ററായ ചിത്രം 60 കോടി രൂപയാണ് വാരിയത്. 50 ആണ്ടിന് ശേഷവും ജനപ്രിയ ചിത്രത്തിന്റെ പാഠപുസ്തകമായി സിനിമാ ആസ്വാദകർക്ക് മുന്നിലുണ്ട് ഷോലെ. ആദ്യം RDX റാപ്പ് കാണാം. കലയ്ക്ക് മുകളിൽ നിഷ്കരുണം കത്രിക വീണിരുന്ന അടിയന്തരാവസ്ഥ കാലത്താണ് ഷോലെ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഭീമമായ മുതൽ മുടക്കിൽ 2.5 വർഷത്തിലേറെ കാലത്തെ തയ്യാറെടുപ്പോടെ വന്ന സിനിമ ഒടുവിൽ സെൻസർഷിപ്പിന്റെ കത്രിക വീണ് ക്ലൈമാക്സ് മാറ്റിയെടുത്താണ് 1975 ഓഗസ്റ്റ് 15-ന് പ്രദർശനത്തിലെത്തിയത്. എന്നിട്ടും അത് ഇന്ത്യൻ പോപ്പുലർ സിനിമയിലെ ഒരു ഇതിഹാസമായി മാറി. ഇന്ത്യൻ ജനപ്രിയ സിനിമ ഷോലേക്ക് മുൻപും ശേഷവുമെന്ന് അടയാളപ്പെട്ടു. ആദ്യ 2 ആഴ്ചയോളം കാഴ്ചക്കാരില്ലാത്ത ചിത്രം പിന്നീട് ബോക്സ് ഓഫീസ് കളക്ഷനുകൾ തിരുത്തി എഴുതിയത് ചരിത്രം. ബോംബെയിലെ മിനർവ തിയേറ്ററിൽ ഷോലെ പ്രദർശിപ്പിച്ചത് 5 വർഷമായിരുന്നു. സംവിധായകൻ രമേശ് സിപ്പി റിലീസിന് മുൻപ് അഭിമുഖീകരിച്ചത് മറ്റൊരു സിനിമയെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധികൾ. പക്ഷേ ഷോലെ ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലായി മാറി. അഭിനേതാക്കളായ സഞ്ജീവ് കുമാർ, ധർമ്മേന്ദ്ര, ഹേമ മാലിനി, അമിതാഭ് ബച്ചൻ അങ്ങനെ ഒരുപാട് പേർ ഷോലയിലൂടെ സ്വന്തം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. ആദ്യ സിനിമ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അംജദ് ഖാൻ നമ്മുടെ സിനിമയുടെ പ്രതിനായക സങ്കല്പങ്ങൾ പൊളിച്ചെഴുതി. ഇന്ന് അരനൂറ്റാണ്ടിനിപ്പുറവും ഓരോ കാഴ്ചയിലും ഷോലെ വിസ്മയിപ്പിക്കുന്നു. RDX റാപ്പ്, ന്യൂസ് മലയാളം. വേഗത്തിൽ മറ്റു കാര്യങ്ങൾ പരിശോധിക്കാം. ഇന്ത്യൻ സിനിമയുടെ ബെഞ്ച് മാർക്കാണ് ഷോലെ. ഇന്ത്യയുടെ സ്വന്തം മസാല സിനിമ. ഫോർമാറ്റിന്റെ എല്ലാ നല്ല ചേരുവകളും ചേരുംപിടി ചേർന്ന സിനിമ എന്ന് കാണണം ഷോലയെ. സൗഹൃദം, ത്യാഗം, പ്രതികാരം, പ്രണയം, വിപ്ലവം എല്ലാ ജനപ്രിയ ചേരുവകളും ചേർന്ന മെഗാ ഹിറ്റ് എന്ന് കാണണം. സ്റ്റീരിയോഫോണിക് ശബ്ദത്തോടെ 70mm വൈഡ് സ്ക്രീനിൽ ഒരുക്കിയ രാജ്യത്തെ ആദ്യ സിനിമയായിരുന്നു ഷോലെ എന്ന് കൂടെ ഓർക്കണം. മൾട്ടി സ്റ്റാർ സിനിമ, ഇരട്ടനായ കഥാപരിസരം തുടങ്ങി രീതികൾ ഇന്ത്യൻ സിനിമയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഷോലയിലൂടെയാണ്. ഈ സിനിമയോടെ അമിതാഭ് ബച്ചൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞു. അതാണ് ഡാറ്റാ ഷീറ്റിലുള്ളത്. മറ്റു കാര്യങ്ങൾ അവിടെ കാണാം നമുക്ക്. കിത്തനെ ആത്മീ ഥേ എന്നതായിരുന്നു ഗബ്ബർ സിംഗിൻ്റെ ചോദ്യം. അതും പിന്നെ ഈ ദോസ്തി ഹം നഹി തോടേങ്ക, ഈ 2 കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. അത് ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറയാം, ഈ ദോസ്തി എന്ന് പറയുന്ന ഈ പാട്ട് അന്ന് ഭരണകൂടത്തിന് ഭയങ്കര കുഴപ്പമുണ്ടാക്കിയ, അവർക്ക് താല്പര്യമില്ലാത്ത ഒരു പാട്ടായിരുന്നു. അതായത് കിഷോർ കുമാർ അന്ന് അതിന് കാരണം കൗതുകകരമാണ്. അടിയന്തരാവസ്ഥയാണല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ കിഷോർ കുമാറിനോട് ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. കിഷോർ കുമാർ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന്. ഒറ്റയടിക്ക് കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ അങ്ങ് നിരോധിച്ചു. ആകാശവാണിയിൽ പിന്നെ കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ വർഷങ്ങളോളം ഇല്ലാതായി. അതോടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്ന് സംഭവിച്ചു. ഇവിടെ സിലോൺ കേൾക്കാൻ ഇഷ്ടം പോലെ, അന്ന് സിലോൺ റേഡിയോ കേൾക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായി. കാരണം ഈ പാട്ട് സിലോൺ റേഡിയോ കൊടുത്തു ദോസ്തി എന്നുള്ളത്. ഈ പാട്ട് തന്നെ കുഴപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അതിനെതിരെ ആളുകൾ ഐക്യത്തോടെ ഒന്നിക്കാനുള്ള സാധ്യത ഈ പാട്ടിലുണ്ട്, വരികൾക്കുണ്ട് എന്നുകൂടി അന്ന് സർക്കാർ സംശയിച്ചു. കാരണം ദോസ്തി ഹം നഹി ചോടേങ്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ അന്നത്തെ ഈ സെൻസർ ബോർഡിനെ, ഇപ്പോൾ സെൻസർ ബോർഡിനെ നമ്മൾ കുഴപ്പം പറയുമ്പോൾ അന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത്. അതായത് ഗബ്ബർ സിംഗിനെ വെടിവെച്ച് കൊല്ലുകയാണ് യഥാർത്ഥ സിനിമയിൽ. അത് പറ്റില്ല. സെൻസർ ബോർഡ് പറഞ്ഞു അങ്ങനെ പറ്റില്ല, അത് വയലൻസ് ആണ്. ഈ കൊള്ളക്കാരനെ വെടിവെച്ച് കൊല്ലുന്നത് വയലൻസ് ആണ്. അതിന് പകരം അയാളെ പോലീസിന് കൈമാറുന്നു, അങ്ങനെ ആക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ആ സിനിമ അവരുദ്ദേശിച്ച മട്ടിലേ അല്ലല്ലോ അവസാനം പുറത്തിറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ക്ലൈമാക്സ് മാറ്റേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങിയ സിനിമയായിട്ടും അത് 60 കോടി അന്ന്, അതായത് സനീഷ് ഈ 50 വർഷം മുമ്പ് ഉള്ള 60 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആലോചിച്ച് നോക്ക്. അതായത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അതിൻ്റെ ഒരു കണക്ക് എത്രയോ വലുതാണ്. മാത്രമല്ല അന്ന് സെൻസർ ബോർഡ് പലതരത്തിൽ കത്രിക വെച്ചിട്ടുണ്ടെങ്കിലും ആ സിനിമ വലിയ ഹിറ്റായി. 4 വരി വെച്ചിട്ടാണ് ആ സിനിമയിലേക്ക് ഇവർ തുടങ്ങുന്നത്. അതായത് ഈ സിനിമയിലെ പ്ലോട്ട് ഇവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് 4 വരിയാണ്. ആ 4 വരിയിൽ നിന്ന് തുടങ്ങിയ ഒരു സിനിമ, അവിടെ ആ സിനിമ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുന്നത് ഗംഭീരമായി. അതിൻ്റെ പിന്നിലുള്ള കൗതുകകരമായ ഒട്ടേറെ ചരിത്രമുണ്ട്. അതിലൊരു കാര്യം കൂടെ പറയാം. ഈ അന്ന് ലൈറ്റ് ബോയ്സിന് ഹേമമാലിനി കൈക്കൂലി കൊടുക്കുമായിരുന്നു അത്രേ. എന്തിനാണെന്ന് വെച്ചാൽ ധർമ്മേന്ദ്രയുമായിട്ടുള്ള സീനുകൾ മോശമാക്കാൻ. എന്തിനാണ്? അപ്പോൾ കൂടുതൽ റീടേക്ക് വരും. കാരണം ഇവർ കടുത്ത പ്രണയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കൈക്കൂലി കൊടുത്ത് അത് റീടേക്ക് പരമാവധി വരുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വരെയുണ്ട് കഥകൾ. ഇതിനകത്ത് ഈ തീം പറഞ്ഞല്ലോ. അതെ, നമ്മുടെ സൽമാൻ ഖാന്റെ പിതാവാണ് സലീം. അതെ, സലീം. അപ്പോൾ സൽമാൻ ഖാന്റെ പിതാവ് സലീമും ജാവേദ് അക്തറിലെ ജാവേദും ചേർന്ന് സലീം ജാവേദാണ് തിരക്കഥ എഴുതിയത്. അപ്പോൾ അവർക്ക് 2 പേർക്കും അന്ന് തന്നെ അറിയാമായിരുന്നു വൺമൻ ഹിറ്റാകുന്നു. അവർ വലിയ ആത്മവിശ്വാസമായിരുന്നു. മറ്റൊരു കാര്യം, നേരത്തെ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പാകിസ്ഥാനായിട്ടൊരു ബന്ധമുള്ളത്. പാകിസ്ഥാനിൽ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് അറിയുന്നോ? 2010
2010 ആ കാലത്തൊന്നും റിലീസ് ചെയ്തില്ല. 2010 അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബാൻഡായിരുന്നു. കാരണം ഈ നമ്മുടെ യുദ്ധം കഴിഞ്ഞ ഉടനെ ഇന്ത്യൻ സിനിമകൾക്ക് അവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പാടില്ല, എവിടെയും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഷോലെ അങ്ങോട്ട് പോയില്ല. 2010 റിലീസ് ചെയ്തു. ഒരു ആഗ്രഹം കൊണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സിനിമ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്തു. പക്ഷെ ആരും കണ്ടില്ല, വിചാരിച്ച പൈസ ഒന്നും വന്നില്ല. എന്താണ് കാരണം അതിനു മുമ്പ് തന്നെ ഇവർ പലപാട് ഇത് കണ്ടു തീർത്തിരുന്നു. പാകിസ്ഥാനികൾ മുഴുവൻ VCDയും മറ്റതും മറിച്ചൊക്കെ ഉപയോഗിച്ചിട്ട് മുഴുവൻ ആയിരക്കണക്കിന് തവണ കാണുകയും പുതിയ തലമുറ വരെ കണ്ടു. അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയപ്പോൾ ഓടിയില്ല. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞതുപോലെ 1975 സ്വാതന്ത്ര്യ ദിനത്തിലാണ് ബോളിവുഡ് ആക്ഷൻ മസാല സിനിമകളുടെ പാഠപുസ്തകമായ ഷോലെ റിലീസ് ചെയ്തത്. ഒരു കൗതുകം ആലോചിച്ചാൽ ഷോലെ പുറത്തു വന്ന ദിവസം ജനിച്ചവർക്ക് ഇപ്പോൾ 50 വയസ്സായി. ഇക്കണ്ട കാലത്തിനിടെ എന്തെല്ലാം മാറി. ഭാവകുത്വം മാറി, ആസ്വാദന രീതികൾ മാറി, ചലച്ചിത്ര സമീപനമേ മാറി. പക്ഷേ മാറ്റമില്ലാത്ത സ്വാധീനമായി ഷോലെ തുടരുന്നു. ഷോലെ ഒരു സിനിമയായി അല്ല, തലമുറകളെ സ്വാധീനിച്ച ഒരു സാംസ്കാരിക പ്രവാഹമായാണ് ഇന്നിപ്പോൾ പറയാൻ തോന്നുന്നത്. എന്നിട്ടും ജയ്യും വീരു, താക്കൂർ, ബസന്തി, ഗബ്ബർ സിംഗുമെല്ലാം തലമുറകൾ മാറിയിട്ടും അവരെല്ലാം നമുക്കൊപ്പം തുടരുന്നതിനെ അത്ഭുതം എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുക?